ദൈവത്തിന്റെ പ്രവൃത്തിക്കെതിരായി ദൈവം നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇരുള് മൂടിക്കിടക്കുക. കർത്താവ് ആദ്യം പറഞ്ഞു, ഇരുട്ട് മാറി വെളിച്ചമുണ്ടാകട്ടെ. ഇന്ന് രാത്രി നിന്നിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ സഭയിൽ, നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടാൻ തടസ്സമായിരിക്കുന്ന ഇരുട്ടിന്റെ സകല മേഖലകളെ ഞാൻ ഈ ദൂത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ ഒറ്റ വാക്കിൽ അത് നീക്കാൻ ഈ രാത്രി ദൈവം ശക്തനായവനാണ്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഇരുട്ട് മാറാതെ മറ്റൊന്നും നടക്കത്തില്ല. 1, 2, 3, 4 ദിവസങ്ങൾ കർത്താവ് കാര്യങ്ങൾ ഓർഡറിലാക്കി. എല്ലാം കർത്താവ് നല്ലതെന്ന് കണ്ടിട്ട് 5ാമത്തെ ദിവസമാണ് കർത്താവ് ക്രമീകൃതമായ ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ക്രമീകരണം വരാതെ ജീവൻ ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ട, കർത്താവേ എന്നിൽ പകർന്ന ജീവൻ നിലനിൽക്കേണ്ടതിന് ആവശ്യമായ ക്രമീകരണം എന്നിലും എൻ്റെ കുടുംബത്തിലും ഇന്ന് രാത്രി കർത്താവ് തന്നെ ചെയ്യണം. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവിന് മാത്രമേ അതിന് ക്രമീകരണം ചെയ്യാനൊക്കത്തുള്ളൂ. ശ്രദ്ധിച്ചേ, ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഈ ന്യായവിധിക്ക് കാരണമുണ്ട്. ചുമ്മാതെ ദൈവം ന്യായം വിധിക്കത്തില്ല. എന്തായിരുന്നു കാരണങ്ങൾ ഒന്ന് ഓടിച്ചു പറഞ്ഞ് മുൻപോട്ട് പോയെങ്കിലേ കാര്യം മനസ്സിലാകത്തുള്ളല്ലോ. ദൈവദാസനെ വായിക്കുന്ന യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 10 വരെ ഒന്ന് വേഗത്തിൽ ഓടിച്ചു വായിക്കണം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചു പോയി. ശ്രദ്ധിക്കണേ, ദൈവം ഇതിനെ പാഴാക്കാൻ, ശൂന്യമാക്കാൻ, ന്യായം വിധിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം ഹൃദയം. എല്ലാവരും പറഞ്ഞേ, ഇന്ന് രാത്രി ഹൃദയത്തിൽ നിഗളമില്ലാത്തവരെല്ലാം ഒരു സ്തോത്രം പറയണം. ഞാൻ പറഞ്ഞില്ല, പ്രസംഗം ഇഷ്ടപ്പെട്ട് വരത്തില്ലെന്ന് എനിക്കറിയാം. നമ്പരത്തെ അല്ലെലിയൊക്കെ കുറയും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ പ്രശ്നം അവരുടെ ഹൃദയം നിഗളിച്ചു. 2 വായിച്ചു. നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു. ഞാൻ സമുദ്രമധ്യ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. നീ ദൈവഭാവം നടിച്ചതുകൊണ്ട്. രണ്ടാമത്തെ പ്രശ്നം, അവൻ ദൈവമല്ലാതിരിക്കെ ദൈവഭാവം നടിച്ചു. ഭാവിക്കേണ്ടതിന് മീതെ അവൻ ഭാവിച്ചുയർന്നു. ഒന്നാമത്തെ പ്രശ്നം, അവന്റെ ഹൃദയം നിഗളിച്ചു. രണ്ടാമത്തെ പ്രശ്നം, അവൻ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയർന്നു, ദൈവഭാവം നടിച്ചു. 3, നീ ദാനിയേലിനും ജ്ഞാനിയല്ലോ. നീ അറിയാതെ വണ്ണം മറച്ചു വെക്കാകുന്ന ഒരു രഹസ്യവുമില്ല. നിന്റെ ജ്ഞാനം കൊണ്ട് വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ച് പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു. നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു. നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചു. മൂന്നാമത്തെ പ്രശ്നം ശ്രദ്ധിക്കണേ, ധനം നിമിത്തം അവന്റെ ഹൃദയം ഗർവിച്ചു. 4, അതുകൊണ്ട് തന്നെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ദൈവഭാവം നടിക്കിയാൽ ഞാൻ ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാരെ നിന്റെ നേരെ വരുത്തും. അവർ നിന്റെ ജ്ഞാന ശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും. അവർ നിന്റെ കുഴിയിൽ ഇറങ്ങുമാറാക്കും. നീ സമുദ്രമധ്യ നിഹതന്മാരെ പോലെ മരിക്കും. നിന്നെ കുത്തിക്കൊല്ലുന്നവന്റെ കയ്യിൽ നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ നിന്നെ കൊല്ലുന്നവന്റെ മുൻപിൽ ഞാൻ ദൈവം എന്ന് നീ പറയുമോ? അടുത്ത വാക്യം. അന്യജാതിക്കാരുടെ കയ്യാൽ നീ അഗ്രചർമ്മികളെ പോലെ മരിക്കും. അടുത്ത വാക്യം. ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്ത വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരക്തം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രക്തങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു.
നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെറൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദൈവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. അടുത്ത വാക്യം. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ. അഞ്ചാമത്തെ പ്രശ്നം, അവനിൽ നീതികേട് വെളിപ്പെട്ടു. ശ്രദ്ധിച്ചിരിക്കണം. 1, ഹൃദയം നിഗളിച്ചു. 2, ദൈവഭാവം നടിച്ചു. 3, ഹൃദയം ധനനിമിത്തം ഗർവിച്ചു. 4, അവൻ നീതികേട് അവനിൽ വെളിപ്പെട്ടു. അടുത്ത വാക്യം. നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം അവന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി. അതുകൊണ്ട് ഞാൻ നിന്നെ. ഇവിടെ ശ്രദ്ധിക്കണം, നമുക്കെല്ലാം വായിച്ചു പരക്കത്തില്ല. ശ്രദ്ധിച്ചാട്ട്, ദൈവത്തിന്റെ ന്യായവിധി ദൈവത്തിന്റെ ഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവന്റെ ഗതി എന്താകും? ശ്രദ്ധിക്കാൻ പ്രിയമുള്ളവരെ, ന്യായം വിധിക്കാൻ കാരണം ദൈവദൂതന്മാര് പോലും ആർത്തുല്ലസിക്കത്തക്ക നിലയിൽ മനോഹരമായി സൃഷ്ടിച്ച ഒന്നിനെ ദൈവം വെള്ളത്താൽ മൂടി ഇരുട്ടുകൊണ്ട് മറച്ച് പാഴാക്കി ശൂന്യമാക്കാൻ കാരണമുണ്ട്. എവിടെങ്കിലുമൊക്കെ ന്യായവിധിയോ ശൂന്യതയോ പാഴോ വെളിപ്പെടുന്നെങ്കിൽ അതിന്റെ പിൻപിൽ തക്കതായ കാരണമുണ്ട്. കാരണം കൂടാതെ ഒന്നും ചെയ്യാത്ത ദൈവം കാരണങ്ങൾ വെളിപ്പെടുത്തുന്നു. 1, ഹൃദയം നിഗളിച്ചു. എന്റെ ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയൊരു പാപം നിഗളം. പ്രൈസലോ. നമ്മുടെ ഇടയിൽ അതില്ലാത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. സഹോദരി, സഹോദര, നീ ധനം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ വിവേകം കൊണ്ടോ പോരാ, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ആ വെള്ളി, പൊന്ന്, നവരത്നങ്ങളായിരിക്കുന്ന താമ്രമണി, പീതരക്തം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം എല്ലാം കൊണ്ട് ഉണ്ടാക്കിയതായാലും, സൗന്ദര്യ സമ്പൂർണനായാലും, ജ്ഞാന സമ്പൂർണനായാലും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് വിഷയം നിന്റെ താഴ്മയാ. ഒരുത്തൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവൻ ദൈവത്തിന് താഴാൻ തയ്യാറാകണം. ഇന്ന് രാത്രി കൈയടിക്കുന്ന അല്ല വിഷയം, അന്യഭാഷ ഒത്തിരി പറയുന്ന അല്ല വിഷയം, ഒത്തിരി പാടുന്ന അല്ല വിഷയം, ഒത്തിരി പ്രസംഗിക്കുന്ന അല്ല വിഷയം. ജീവിതത്തിൽ വിളിച്ച ദൈവത്തിന്റെ മുമ്പിൽ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ നീ താഴാൻ തയ്യാറായാൽ നിന്നെ ഉയർത്തി മാനിക്കാൻ കരുത്തുള്ള ഒരു മഹാ ദൈവം ഇവിടെയുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ പൈതലെ, ന്യായവിധികൾ നീങ്ങിപ്പോണമെങ്കിൽ അവനെ പോലെ സൗന്ദര്യമുള്ള ആരും ഇന്ന് ഭൂമിയിലില്ല. അവൻ സൗന്ദര്യ സമ്പൂർണനാണ്. നമ്മളൊക്കെ സൗന്ദര്യം വരാൻ വേണ്ടി 2-3 ദിവസമൊക്കെ ബ്യൂട്ടി പാർലറിൽ കിടക്കുന്നത്. വന്ന് സ്റ്റേജിൽ വരുമ്പോഴാണ് AC എടുത്ത കഴിഞ്ഞ ദിവസം കൊണ്ടൊരു കല്യാണം ചങ്ങനാശ്ശേരി, അതോട് കയറി കറങ്ങുന്നു. ഇതെല്ലാം അടച്ചു കൂട്ടി വെച്ചേക്കോ. ഞങ്ങളെല്ലാം ഇരുന്ന് വിശർത്ത് കുളിക്കുക. ചെറുക്കൻ സൂട്ടും കൊണ്ടുപോകും. പെണ്ണ് ഈ 3 ദിവസമായിട്ട് ബ്യൂട്ടി പാർലറിൽ വന്ന കുറച്ച് കഴിയുമ്പോൾ ഷേപ്പ് മാറി. സ്വോത്രം. അയ്യോ, ഇവിടെ എത്ര ഷേപ്പ് വരുത്തിയാലും നല്ലൊരു വെയിലിനെ ഉള്ളേ. ഒരു പവർ കട്ട് വന്നാൽ നിന്റെ ഷേപ്പ് മാറും. പിന്നെ ചെറുക്കൻ തന്നെ വെപ്രാളം, ഇവിടെ തന്നെയാണോ ഞാൻ വീട്ടിൽ പോയി കണ്ടേന്നുള്ള ചിന്ത ചെറുക്കനുണ്ടാകും. സ്തോത്രം പറഞ്ഞേ. പക്ഷെ ഇവൻ അങ്ങനല്ല. ഇവൻ ആരാന്നറിയാമോ? ഇവൻ സൗന്ദര്യ സമ്പൂർണനാ. പക്ഷേ തമ്പുരാൻ വെട്ടിക്കളഞ്ഞെന്ന് എഴുതിയേക്കുന്നത് ശ്രദ്ധിച്ചേ. അല്ലെ, എത്ര സൗന്ദര്യമുള്ളവനായാലും, എത്ര ജ്ഞാനമുള്ളവനായാലും, നവരത്നങ്ങളാൽ സൃഷ്ടിച്ചവനായാലും ദൈവം നോക്കുന്നത് അവന്റെ ഹൃദയത്തെയാണ്. അവന്റെ ഹൃദയത്തിൽ നോക്കിയപ്പോ ഇവനെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം അവന്റെ അന്തർഭാഗം നിഗളിച്ചിട്ട് അവന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായ, നീതിക്ക് വിരോധമായ പാപം ചെയ്തുകൊണ്ട്. ചില പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവരല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു വെച്ചില്ല, വെക്കത്തില്ല. ന്യായം വിധിച്ചു, തമ്പുരാൻ വെട്ടിക്കളഞ്ഞു. സ്തോത്രം പറയണം.
എന്നാൽ നിങ്ങൾ അബ്രഹാമിനെ ഒന്ന് പരിചയപ്പെട്ടോണേ. അബ്രഹാമിന്റെ അത്രയും കാശുള്ള ആരും അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ടിരുന്ന എൻ്റെ വിശ്വാസം. ഇതിനകത്ത് ഒറ്റ കുഞ്ഞുങ്ങൾ അത്രയും കാശില്ല. കാരണം അവന്റെ വീട്ടിൽ ജനിച്ച 312 അഭ്യാസിയാണ്, റിക്രൂട്ട് ചെയ്തെടുത്തല്ല. 53 ഇഞ്ച് നെഞ്ചൂര് പിടിച്ചെടുത്ത ആളല്ല, വീട്ടിൽ ജനിച്ച 318. 318 ജനിപ്പിച്ച അപ്പനും അമ്മയും അവിടെ ഉണ്ട്. ഈ പട്ടാളത്തിൽ എടുക്കാത്ത ദാസിത അനിയന്മാരും ചേട്ടന്മാരും പെങ്ങന്മാരും വേറെ ഉണ്ട്. പിന്നെ ദാസിദാസന്മാരുണ്ട്. ഇവർക്കെല്ലാം ഒറ്റ ഡൈനിങ് ഹാളാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് കൃത്യമായിട്ടാണ്. അത് അരമുറി കൊടുക്കാമെന്ന് പറഞ്ഞാൽ 3 അടങ്ങണിക്ക് അരമുറി ഉണ്ടാക്കുന്നത്. ഹലോ, കൊടുക്കാമെന്ന് പറഞ്ഞ അരമുറി അപ്പം, പക്ഷെ എടുത്തത് 3 അടങ്ങണി മാവാ. അപ്പൊ അരമുറി മാവിന്റെ അളവെന്ന് അരമുറി അപ്പത്തിന്റെ അളവ് 3 അടങ്ങണി മാവിന്റെയാ. അല്പം ഇറച്ചി എന്ന് പറഞ്ഞാൽ ഒരു കാളയെ കണ്ടിക്കുന്നത്. അവന്റെ ഡൈനിങ് ടേബിൾ ഒന്ന് കണ്ടോണം. ഓടിച്ചെന്ന് 3 അടങ്ങണി മാവെടുത്ത് അടയുണ്ടാക്കാൻ പറഞ്ഞത് ഓടി തൊടുത്തിച്ചെന്ന് ഒരു കന്നാലിയെ പിടിച്ചിട്ട് പെട്ടെന്ന് പാകം ക്ഷണത്തിൽ പാകം ചെയ്തെന്ന് പറഞ്ഞാൽ അതിനെ കണ്ടിക്കാനും തോടൊഴിക്കാനും പീസാക്കാനും ഉള്ള ആയുധ സഹിതം അതിനുള്ള ക്രമീകരണം അവരുടെ ഡൈനിങ്ങിനകത്തുണ്ട്. ഹലോ, 1.5 കിലോയുടെ കോഴിയെ പാചകം ചെയ്ത കാര്യമല്ല ഞാനീ പറയുന്നത്. ഒരു കാളയെ ക്ഷണത്തിൽ എന്ത് ചെയ്തു? ഇത്രയും കാശുള്ള മഹാൻ ഒരു പരിചയമില്ലാത്ത 3 പേര് വഴിയെ പോകുന്നവരെ വിളിച്ചു കേട്ടിട്ട് പാദം വരെ കുനിഞ്ഞു. ഉയർന്നവനെ കുനിയാനൊക്കത്തുള്ളേ. ഹലോ, സ്വതന്ത്രം എല്ലാരും പറഞ്ഞില്ല, എല്ലാവർക്കും ഒന്നും കുനിയാനൊക്കത്തില്ല. ഇത്രയും സാമ്പത്തികമുള്ളവൻ വഴിയെ പോയവന്റെ മുമ്പിൽ കുനിഞ്ഞെന്ന്, അത് വെറുതെ കുനിഞ്ഞ പാദം വരെ കുനിഞ്ഞു. ഒരു സ്വതന്ത്രം പറയണേ, ഹല്ലേലൂയ. ഇവിടെ ഒരുത്തന്റെ സൗന്ദര്യത്തിന്റെ പ്രഭ നിമിത്തം, അവനെ സൃഷ്ടിച്ചിരിക്കുന്ന നവരത്നങ്ങളുടെ വലിപ്പ നിമിത്തം, അവന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം അന്തർഭാഗം നിഗളിച്ചപ്പോൾ ഇവിടത്തെ ഒരു ധനാഢ്യൻ ഭൂമിയോളം കുനിഞ്ഞു. സ്തോത്രം. ആ തമ്പുരാൻ അവിടെ ഇരിക്കാൻ തയ്യാറായി. മരച്ചോട്ടി കയറി തമ്പുരാൻ ഇരുന്നു. ഹലോ, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ മരച്ചോട്ടിയിരുന്നു. തമ്പുരാനെ മരച്ചോട്ടിരിക്കാൻ കാര്യമില്ല. എടാ, ഇത്രയും കുനിഞ്ഞോന്റെ വീട്ടിൽ ഇരുന്നില്ലേ, പിന്നെ എവിടെ ഇരിക്കുന്നേ? ഒരു സ്വതന്ത്രം ഇന്ന് രാത്രി പറയണേ, എന്റെ ദൈവത്തിന്റെ പൈതലെ, തമ്പുരാൻ നോക്കുന്നത് നിന്റെ വലിപ്പമല്ല, തമ്പുരാൻ നോക്കുന്നതിന്റെ താഴ്മയാ. ഇന്ന് രാത്രി അകത്ത് താഴ്മയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. താഴ്മയില്ലെങ്കിൽ ന്യായവിധി ഉണ്ടാകുമെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. സന്തോഷമുണ്ടെങ്കിൽ നല്ലപോലെ കരപിടിച്ചോരല്ലേ ഞാൻ പറയുന്നത് രാത്രി. എന്നിട്ട് ആ മനുഷ്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഒരു അസാരം വെള്ളം കൊണ്ടുവന്ന് കാലൊന്ന് കഴുകിക്കോട്ടെ. ഹലോ ഹലോ, ഇത് വീട്ടിൽ വന്ന 1 ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടിരുന്ന എന്തോ ഗമയില്ല. കണ്ടാൽ കുടിക്കാൻ തോന്നുന്നില്ല, അത് വേറെ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഡയബറ്റിക്കാ വേണ്ടെന്ന് പറയും. പല ഉപദേശിമാരും ഡയബറ്റിക്കാ വേണ്ടെന്ന് പറഞ്ഞ് ഈ കൊണ്ടിരുന്ന പാവം കണ്ടെത്തിയെന്നില്ല, കുടിക്കാൻ തോന്നുന്നില്ല. സ്വതന്ത്രം പറയണേ. അയ്യോ, ഈ മനുഷ്യൻ പറയാ, കാല് കഴുകാൻ അസാരം വെള്ളം കൊണ്ടുവരട്ടെ, ഒരു മുറി അട കഴിച്ചിട്ടേ പോകാവൂ. പ്രൈസ് ദി ലോർഡ്. അത് ഒരു 25-ാം വർഷമാണ് കേട്ടോ. ഹലോ, ഒരു ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുക. തമ്പുരാൻ പറഞ്ഞ ജൂബിലിക്ക് ഞാൻ വരും. ഇത്രയും കുനിഞ്ഞവന്റെ വീട്ടിൽ ജൂബിലിക്ക് ഞാൻ വരും. പ്രൈസ് ദി ലോർഡ്. സിൽവർ ജൂബിലിക്ക് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. അന്ന് നീയും സാറേയും തന്നെയല്ല, കൈ കുഞ്ഞൂടെ കാണും. ഇതിനകത്ത് എത്ര പേര് വിശ്വസിച്ചുണ്ട്? എടാ, താഴാൻ തയ്യാറായാൽ 1 വർഷം തികയും മുമ്പേ വാഗ്ദത്തം കൈ തരാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. വിശ്വാസമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. ദൈവസന്നിധിയിലെ നിഗളം മാറ്റി താഴാൻ കരുത്തുണ്ടെങ്കിൽ ഇപ്പൊ കർത്തൃമേശ കൊണ്ട് ചെന്നാൽ പോലും കസാര കാലുമേ കാലൊക്കെ വെച്ചിരിക്കുകയല്ലേ. നമ്മൾ പിന്നെ കാല് പതുക്കെ താത്തു വെച്ചിട്ട് വേണം കർത്തൃമേശ കൊടുക്കാൻ. അത് 16 വയസ്സുള്ള പിള്ളേർ വരെ കസാരയിരുന്ന കർത്തൃമേശ എടുക്കുന്നത്. ബന്ധുക്കോസുകാരനുണ്ടായ സൗകര്യമേ. ഹലോ,
കീറിയ പായലിരുന്ന് ആരാധിച്ച പുള്ളിയൊക്കെ ഇപ്പൊ കാലും വെച്ച് ഉപദേശി വേണേ കുരിഞ്ഞു കൊണ്ട് കൊടുത്തോണം, എന്നിട്ട് കഴിച്ചിട്ട് പാലിക്കുക, എന്നിട്ട് എല്ലാം നേരെ വിലിവേശ ആശുപത്രിയിലോട്ടും മേനാത്തോടത്തിലോട്ടാ പോന്നെ. അയ്യോ, ഇവന് അഹങ്കാരം വെച്ചോണ്ട് കഴിക്കുകയല്ലേ. സ്തോത്രം പറഞ്ഞില്ല. ഹലോ, ശ്രദ്ധിക്കണം. ദൂതനാണെങ്കിലും നവരത്നങ്ങളോട് സൃഷ്ടിച്ചവനാണെങ്കിലും സൗന്ദര്യ സമ്പൂർണനാണെങ്കിലും ജ്ഞാന സമ്പൂർണനാണെങ്കിലും ചിറകു വിരിച്ച് ആരാധിക്കുന്ന കെരൂബാണെങ്കിലും, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് നിന്ന് ആരാധിക്കുന്നവനായാലും എന്റെ ദൈവത്തിന് വിഷയമല്ല. എന്റെ ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്നവനാ. ഇന്ന് രാത്രി ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്ന. ഉറപ്പുള്ളവർ ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ഹൃദയങ്ങളെ ദൈവത്തിന് താഴ്ത്തി കാലം മുമ്പോട്ട് പോയി. ദൈവം ഇരുട്ട് മാറ്റി, ജീവന്റെ ക്രമീകരണങ്ങൾ വന്നു. വലിയ ആനയെ വിഴുങ്ങാവുന്ന തിമിംഗലം മുതൽ അണിവറിന്റെ വലിപ്പമില്ല നത്തോലി വരെ ഉണ്ടാകാൻ ഒറ്റ വാക്ക്, കടലിൽ ജീവിക്കാൻ മത്സ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തിമിംഗലം മുതൽ നത്തോലി വരെ ഒറ്റ വാക്ക്. ഏത് വലുതും ഏത് ചെറുതും ഉണ്ടാകാൻ എൻ്റെ കർത്താവിൻ്റെ ഒരു വാക്ക് മതി. ആദ്യ കാര്യം ക്രമീകരിക്കണം. സ്വതന്ത്രം പറഞ്ഞാല് ഇന്ന് രാത്രി നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ 5 സെക്കൻഡ് വേണ്ട. എന്റെ തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ സ്ഥിതി മുഴുവൻ മാറ്റാൻ ഈ രാത്രി വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. എന്റെ ദൈവത്തിന് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഒറ്റ വാക്ക് ഈ രാത്രി മതി. നീ വിശ്വസിച്ചാണ് കരമടിച്ചതെങ്കിൽ ഈ അടിച്ചോണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം ഒരു വാക്ക് പറയാൻ പോകുകയാ. നിന്റെ സ്ഥിതി മുഴുവൻ മാറ്റിമറിക്കാൻ കരുത്തുള്ള എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ശൂന്യതകളെ മാറ്റുന്ന, തകർച്ചകളെ മാറ്റുന്ന, പാടിന്റെ മേഖലകളെ മാറ്റുന്ന ഈ അനുഭവത്തിന്റെ കരം ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്തും ഒരു ജീവന്റെ സിദ്ധിപ്പ്. പിശാച് മൂടി വെച്ചിരുന്ന ചില ഇരുട്ടിന്റെ മേഖലകളെ ആത്മാവിരാത്രി വെട്ടി മാറ്റുകയാ. നിനക്കൊരു ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, നിനക്കൊരു നന്മ പ്രാപിക്കാൻ കഴിയാതെ, നിനക്കൊരു ജയം പ്രാപിക്കാൻ കഴിയാതെ മൂടപ്പെട്ട് കിടന്ന മേഖലകളെ സ്വർഗം ഈ രാത്രി അഴിക്കുകയാ. വലിയ ആന മുതൽ കൊച്ചണ്ണാൻ വരെ ഉണ്ടാകാൻ ഒറ്റ വാക്ക്. ഹലോ, നിനക്കെന്താ വേണ്ടി? വലുതാണോ ചെറുതാണോ? പക്ഷെ നീ ആദ്യം കാര്യം ക്രമീകരിക്കണം. ജീവിതത്തെ ഉയർത്താൻ കരുത്തുള്ളവന്റെ കയ്യിൽ താഴണം. നീ താണാൽ അവൻ നിന്നെ ഉയർത്തും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വലിയ ഈ ഒരു സിംഹത്തെ പോലും കാലെ തൂക്കി കൊണ്ടുപോകാൻ കരുത്തുള്ള കഴുകൻ തൊട്ട് കാശിൽ 2 എണ്ണം വിൽക്കുന്ന കുരുകില് വരെ ഒറ്റ വാക്ക്. സ്വതന്ത്രം പറയണം. കാര്യം ഓർഡറിലായ പിന്നെ കാര്യം എളുപ്പമല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഭൂമി ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. പുത്രൻ പിതാവ് മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ കാളെ പോലെയും കഴുതയെ പോലെയും പോത്തിനെ പോലെയും കുരങ്ങനെ പോലെ ആകാതിരിക്കാൻ യേശു ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് നമ്മളെ ഉണ്ടാക്കി. സ്തോത്രം. കാരണമുണ്ട്, ഇവൻ വീഴും. കാരണം വീണോൻ ഇവിടെ ഉണ്ടല്ലോ, വെട്ടേറ്റ് നിരത്തിവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവനെ ഞാൻ മെനഞ്ഞാൽ ഇവൻ വീഴും എന്നറിഞ്ഞ തമ്പുരാൻ വീഴുന്നതിന് മുമ്പേ വീഴുന്നവനെ വീണ്ടെടുക്കാനുള്ളവനെ നിർത്തി. അവനെ നിർത്തിയിട്ട് ആ രൂപത്തിലാണ് ഉണ്ടാക്കി. സ്വോത്രം പറയേണ്ടത് നിന്നെ ഇന്നത് കുരങ്ങനെ പോലെ സൃഷ്ടിക്കാതെ പുത്രനെ പോലെ സൃഷ്ടിച്ച് ഈ പരുവത്തിൽ ഇവിടെ ഇരുത്തിയാൽ കൈ അടിച്ച് ഹല്ലേലൂയ പറയണം. നിന്റെ സൃഷ്ടിപ്പിൽ തന്നെ ദൈവം ചെയ്ത സ്നേഹമോർത്ത് നല്ല ഹല്ലേലൂയ പറഞ്ഞേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിന്ന് വിവരിക്കാൻ സമയമില്ല. ആദമിനെയും അവയെയും ആക്കി തോട്ടത്തിലാക്കി. ഇവനകത്ത് വലിഞ്ഞു കയറി ആക്കിയപ്പോൾ പറഞ്ഞു, പോനെ സൂക്ഷിച്ചോണം, തോട്ടമൊക്കെ നല്ലതാണ്, ഭാര്യയുണ്ട്, കുടുംബജീവിതമൊക്കെ നന്നായിട്ട് നടത്തിക്കും, പഴമൊക്കെ പറിച്ചു തന്നു,
പക്ഷെ തോട്ടം സൂക്ഷിച്ചോണം. സൂക്ഷിച്ചില്ല നിന്റെ കാര്യം പോക്കാന്നാണ് പറഞ്ഞത്. 4-ാമത്തെ രാത്രി ഞാൻ പറയാൻ വന്നത് സൂക്ഷിച്ചോണം. സൂക്ഷിച്ചില്ല നിന്റെ കാര്യവും പ്രൈസ്തലോ. അതിവിടെ 5 മിനിറ്റ് കിട്ടുമ്പോൾ ജോസ് പാസ്റ്റർ പറഞ്ഞു, ഉപായത്താൽ ചതിച്ചതുപോലെ ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നീയും വഷളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസിന് ഭയങ്കര ഭാരമായിരുന്നു. ഒരു സ്വതന്ത്രം പറയണേ, ഇന്ന് രാത്രി നാട്ടുകാരെല്ലാം കൂടെ രക്ഷിക്കപ്പെട്ടില്ലേലും രക്ഷിക്കപ്പെട്ട നീ പോണം. ഇയാളിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി? അല്ലെങ്കിൽ അതിന് ജീവിതം ക്രമീകരിച്ചേ മതിയാകത്തുള്ളൂ. ഒന്ന്, നിന്റെ ഹൃദയത്തിനകത്ത് നിഗളം മാറ്റണം. ശ്രദ്ധിച്ചേ, ഈ ആദവും ഹവ്വയും പാപം ചെയ്തു, അങ്ങനെ പറയാനേ സമയമുള്ളൂ. ആൾ ഔട്ടായി, ഏതിന് പുറത്തായി, വേർപ്പോടെ ജീവിക്കുക. പിള്ളേർ 2 ഉണ്ടായി, ആരാധനയ്ക്ക് പോവുക. വിഷയം ആരാധന തുടങ്ങി. സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരാധനയിൽ 2 ഗ്രൂപ്പ്, 2 പേരെ ആകെ ഉള്ളൂ. ഒരുത്തൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധന, മറ്റവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ആരാധന. ഒരുത്തനെ പ്രസാദിച്ചു, മറ്റവനെ പ്രസാദിച്ചില്ല. പ്രസാദിച്ചവനോട് പ്രസാദിക്കാത്തൊരു പ്രശ്നം തുടങ്ങി. അവൻ തീരുമാനിച്ചു 2 പേരും കൂടെ ഒന്നിച്ച് ആരാധിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇവൻ ചാകണം. അവനെ കൊന്നു. എല്ലാവർക്കും അറിയാം. സ്വതന്ത്രം പറഞ്ഞില്ല. ഇന്നും അതാ നടക്കുന്നത്. പ്രശ്നം BJP RSS ഒന്നും അല്ല, IS അല്ല. ഇതിനകത്ത് ജഡീകനും കയറി, ആത്മീകനും കയറി, ആരാധിക്കുന്നവനും കയറി, ആരാധിക്കാത്തവനും കയറി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. പ്രശ്നം അവര് തമ്മിലാ പ്രശ്നം. ഏത് സമയത്ത് നോക്കിക്കോന്നേ, പ്രശ്നം അവര് തമ്മിലാ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആരാധിക്കുന്നവനെ കൊല്ലാൻ, ആരാധിക്കുന്നവനെ ഇല്ലാതാക്കാൻ, ഹൃദയത്തിനകത്ത് എങ്ങനെ കൊല്ലണമെന്നുള്ള ഗൂഢാലോചന ചെയ്യുന്ന അല്ലെങ്കിൽ കായിന്റെ വഴികളിൽ നടക്കുന്നവരുണ്ട്. കർത്താവ് പറയുന്നു, ന്യായവിധി ആരംഭിക്കാൻ സമയമായിട്ടുണ്ട്. ഇന്ന് രാത്രി സഭയ്ക്കകത്ത് ജഡീകൻ ഇല്ലാതാകണം, ആത്മീകൻ സഭയ്ക്കകത്ത് വളരണം. കൊതിയുള്ളവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. സഭയ്ക്കകത്ത് ആത്മീകൻ പെരുകട്ടെ. ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമുണ്ട ഒരു കാര്യം, ആ മോൾ ഇവിടെ പാടാൻ വന്നു. ഞാൻ എനിക്ക് 2006 പറ്റാ ദേവദാസൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു പാട്ട് എഴുതിക്കൊണ്ട് വന്ന് ട്യൂണുണ്ടാക്കി പാടി എന്നെ കേൾപ്പിച്ചു. ആ മോള് അമേരിക്കയിൽ മാന്യമായ പഠിത്തമുണ്ട്, മാന്യമായ ജോലി ചെയ്ത് മാന്യമായി ജീവിക്കാവുന്ന കൊച്ചാണ്. പക്ഷെ ഇന്ന് രാത്രി കിട്ടിയ സമയം വടക്കേണ്ടിയിലൊക്കെ പോയി വേല ചെയ്തിട്ട് ഇവിടെ വന്ന് ആ പാട്ട് പാടിയപ്പോൾ 2 കണ്ണിൽ കൂടെ ഈ കണ്ണുനീര് വീഴുന്നത് ഞാൻ കണ്ടു. പാടിയതിനെക്കാട്ടിൽ എനിക്ക് സന്തോഷമുണ്ടായത് ആ കുഞ്ഞിൻ്റെ സമർപ്പണം കണ്ടപ്പോൾ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ അത് ഈ മണ്ണി വീണ് ആവിയായി പോകുമെന്ന് വിചാരിക്കല്ല. സൂക്ഷിക്കുന്ന ഒരു തുരുത്തി എൻ്റെ കർത്താവിനുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ നിലവിളി, നിന്റെ കണ്ണുനീര് സൂക്ഷിക്കുന്ന ഒരു തുരുത്തി ഇന്ന് രാത്രി ദൈവത്തിന്റെ കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഈ രാത്രി ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ചേ. ദൈവമൈതലേ, എന്തെല്ലാം വർദ്ധിച്ചാൽ നിന്റെ അകത്ത് താഴ്മ കുറയരുത്. ദൂതന്മാരെ തമ്പുരാൻ ന്യായം വിധിച്ചു. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. അന്ന് നമ്മുടെ ശാലേം ബോയ്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു പുള്ളി പാട്ട് പാടിയത് നിങ്ങൾ വായിച്ചു കേൾക്കണം. മോനക്ക് വായിച്ചേ. സ്തോത്രം. ലാമേക്ക് പാടിയ പാട്ട്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-5. 4-ാം അധ്യായത്തിൻ്റെ ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും സില്ലയുമായുള്ളവർ. കേൾക്കാൻ വേറെ വിശ്വാസം ഇതുപോലെ ഇല്ലായിരുന്നു. ആകെയുള്ള പുള്ളി 2 ഭാര്യമാരാണ്. അവരുടെ പിന്നെ വെച്ച് പാടിയ പാട്ടാ കേൾക്കണമാ. എന്റെ വാക്ക് കേൾപ്പീൻ. ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവി. എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. ഇവിടെ ശ്രദ്ധിക്കണേ.
ആദ്യത്തെ പാട്ടാ. സിയോൻ ഗീതമാലി ചേർക്കാത്ത നമ്മുടെ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. എന്റെ മുറിവിന് പകരം എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ ഭാര്യയ്ക്കിന് പകരം ഒരു യുവാവിനെയും ഞാൻ കൊല്ലും. ഹലോ, തുടങ്ങുന്ന ചാൻസാ. അതിന്റെ ബാക്കി ചേർത്ത് വേണം നമ്മൾ പാടാൻ. പ്രൈസ് ദി ലോർഡ്. ആരായി കൊലപാതകൻ? സഹോദരനെ പകയ്ക്കുന്നവൻ. ഹലോ, എനിക്കറിയാം അന്തരീക്ഷം മൊത്തം പോകുന്നറിയാം. 4-ാം ദിവസം വിളിക്കാൻ കണ്ടൊരു പുള്ളി. ഹലോ, കാവിത്തിയെ മുക്കാ തട്ടിപ്പും കൊടിയ പകയും എല്ലാം വെച്ചുകൊണ്ട് തുള്ളിയിട്ട് പാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ പോകുന്നൊരു സ്വർഗമല്ല തമ്പുരാൻ പണിയുന്നതെന്ന് ഇന്ന് രാത്രി മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ ദൈവം ന്യായവിധിയുടെ ദൈവമെന്ന് ഈ രാത്രി ആവർത്തിച്ച് പറയുവാൻ എനിക്ക് ലജ്ജയില്ല. ഞാൻ വളരെ പ്രാർത്ഥിച്ച് ഈ വർഷം ചെറുവക്കൽ വരാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായിട്ട് പറയുക. ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇന്ന് രാത്രി എൻ്റെ ജനത്തെ നിശുദ്ധീകരണത്തിലേക്ക് നടത്തണം, എൻ്റെ ജനത്തെ മാനസാന്തരത്തിലേക്ക് നടത്തണം, എൻ്റെ ജനം ദൈവത്തിങ്കിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരണം. കൊതിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി ദൈവത്തിങ്കിലേക്കൊന്ന് മടങ്ങി വരാൻ. നിങ്ങളെ ഇളക്കി മറിക്കുന്ന മെസ്സേജുകൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഇളകി മറിഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് അടുക്കൽ വാതുക്കലായി. ഈ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ സഭയെ ചേർക്കും. നീ ഒരു പക്ഷേ ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതനായിരിക്കും, പക്ഷെ നിന്റെ പ്രതിയോഗി അടുക്ക നിപ്പുണ്ട്. അവൻ ദൈവം തമ്പുരാൻ ഇപ്പുറത്തെ മഹാപുരോഹിതൻ നടുക്ക് അപവാദി അപ്പുറത്ത്. തമ്പുരാൻ ആരാധന സ്വീകരിക്കുക ഇറങ്ങി വന്നപ്പോൾ അപവാദി പറയാണ്, ഇവന്റെ ആണോ സ്വീകരിക്കുന്നത്? ഇവന്റെ ഉടുപ്പയിലോട്ട് നോക്കിക്കേ, ഉടുപ്പയിലെ ചെളി കണ്ടോ? ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപവാദിക്ക് കൂട്ടുകുന്നില്ല ദൈവം. കാര്യം ശരി, അവൻ്റെ ഉടുപ്പിൽ എന്നെ ഉണ്ട്, ചെളി ഉണ്ടെങ്കിൽ എന്നേരം രക്ഷിച്ചു. എന്നേരം തമ്പുരാൻ പറഞ്ഞേടാ കുഞ്ഞെ, ഇവൻ ആരാന്ന് വല്ലതും നിനക്കറിയാം? നീ ഇങ്ങനെ ഇവനെ കുറിച്ച് എല്ലാത്തിനകത്തും സോഷ്യൽ മീഡിയ ആയാലും വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഇങ്ങനെ ചെളിയാന്ന് എഴുതി വെച്ചാൽ ഇവൻ ആരാന്ന് നിനക്കറിയാമോ? എടാ, ഇവനെ തീന്ന് ഞാൻ വലിച്ചെടുത്ത. ഹലോ, അയ്യോ, നിത്യ നരകത്തിന്റെ തീയിൽ നിന്ന് ഞാൻ വലിച്ചെടുത്തൊരു കൊള്ളിയല്ലേ നിനക്ക് അപവാദം പറയാനുള്ളതല്ലിത്. ഇതിനകത്ത് കരമടിച്ച് ദൈവത്തെ ആരാധിക്കണമേ. ദൈവത്തിന്റെ പൈതലെ, നിന്നെ കുറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു സ്വർഗം ഇവിടെയുണ്ട്. ഇതിനകത്ത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആരാധിക്കുന്നതിനെ തട്ടി. പിന്നത്തെ തലമുറ ലാമേക്കിന്റെ തലമുറയാണ്. സ്തോത്രം. മുറിവിന് പകരം ഒരു പുരുഷനെ, പരിക്കിന് പകരം യുവാവിനെ കൊല്ലുമെന്ന് പറയുന്ന ഒരു സമൂഹം, അത് പെറ്റുപെരുകി. സ്തോത്രം. പെറ്റുപെരുകിയപ്പോൾ അവര് സൗന്ദര്യം നോക്കി ബോധിച്ചവരുടെ പുറകെ പോയി. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഈ സൗന്ദര്യം കാണിക്കാനായി മാത്രം ഇറങ്ങിയേക്കുന്ന ഒരു വിഭാഗമുണ്ട്. കാതിലും കഴുത്തിലും ഒന്നും ഇല്ലെന്നുള്ള ശരിയാണ്, എന്നാലും അവർക്ക് നിർബന്ധമാണ് സൗന്ദര്യം. നാട്ടുകാരെന്ത് ചെയ്യും? കാണും. അത് ആരാധനയ്ക്ക് വന്നാലും വേണ്ട, സ്റ്റേജിൽ പാടാൻ നിന്നാലും ഇടയ്ക്കിടയ്ക്ക് മുന്നോട്ട് വീഴുന്നില്ലെങ്കിൽ മണിക്കൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ വെച്ചൊക്കെ ആ പരിപാടിയൊക്കെ കാണുമ്പോൾ പിള്ളേരെ ആരാധിക്കാൻ നിൽക്കുക. പക്ഷെ എന്തോ ചെയ്യാനൊക്കെ ആരാധിക്കാനൊക്കുമോ? ഹലോ, നോക്കിക്കേ, ലാമാക്കിന്റെ തലമുറ പെരുകി. സൗന്ദര്യമുള്ളവരെ നോക്കി സൗന്ദര്യത്തിന്റെ പുറകെ പോയി. ഏറ്റവും കൂടുതൽ പൈസ ചെലവാകുന്ന ആളക്കടയില. ഏതെല്ലാം സാധനം മേടിച്ചോണ്ട് കൂട്ടുന്നേ. തമ്പുരാൻ പറഞ്ഞു, ഇനി താമസിപ്പിക്കത്തില്ല, അടുത്ത ന്യായവിധി ആരംഭിച്ചിട്ട് തന്നെ. തമ്പുരാൻ ഈ മൊത്തം ജനത്തെ നോക്കി, ലാമാക്കിന്റെ സന്തതി തലമുറ എല്ലാം കൂടെ നോക്കിയപ്പോൾ ഒരുത്തനെ കിട്ടി. ഇന്ന് രാത്രി ദൈവം ഒരുത്തനെ നോക്കുന്നുണ്ട്. ഈ ഭൂരിപക്ഷത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് വന്ന് ഒരു ചെറിയ ശേഷിപ്പിന് ഇന്ന് രാത്രി
മറ്റൊന്നിനുമല്ല, ന്യായവിധിയുടെ ദൂത് വിളിച്ചു പറയാൻ കരുത്തുള്ള ഒരു സമൂഹത്തെ ദൈവം നോക്കുകയാ. വിശ്വസിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പാപത്തിനെതിരെ വിരൽ ചൂണ്ടാൻ കരുത്തുള്ള, അനീതിക്കെതിരെ വിരൽ ചൂണ്ടാൻ കരുത്തുള്ള, അല്ലെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറുള്ള ഒരുവനെ ഇന്ന് രാത്രി എന്റെ ദൈവം നോക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഈ സമൂഹത്തിനകത്ത് ഇന്ന് രാത്രി ഒരു തലമുറയെ ദൈവം നോക്കുകയാ. ദൈവത്തിന് ഒത്തിരി പേരെ വേണ്ട. ദൈവത്തിന് കാര്യം പറഞ്ഞ ഒരുത്തരെ മതി. കാര്യം പറഞ്ഞതിനെ കയറ്റി. അവൻ പറഞ്ഞു ന്യായം വിധിക്കാൻ പോവാ. 120 വർഷം ഒറ്റ പ്രസംഗം. ലൈവാണെന്നും അവൻ നോക്കിയില്ല, ടോപ്പിക്ക് മാറ്റിയില്ല. ഒറ്റ പ്രസംഗം 120 വർഷം പ്രസംഗിച്ച എല്ലാ പരസ്യത്തിലും ഒറ്റ വിഷയം ന്യായം വിധിക്കാൻ പോവാ. പ്രൈസലോ. ആര് കേൾക്കാൻ? ആരും കേട്ടില്ല. ആരും കേട്ടില്ലെന്ന് പറഞ്ഞ് ടോപ്പിക്ക് മാറ്റിയില്ല. സ്തോത്രം. ജനത്തെ കൂട്ടാൻ വേണ്ടി ദൈവത്തിന്റെ കൃപ മാറ്റിയില്ല. സ്തോത്രം പറഞ്ഞില്ല. അയ്യോ, ആൾക്കൂട്ടം വരാൻ വേണ്ടി നോഗ കൃപ മാറ്റിയില്ല കേട്ടോ. അല്ലെങ്കിൽ കൃപയുടെ പുതിയൊരു ഉപദേശം അവൻ ഉണ്ടാക്കിയില്ല, അല്ലെ പ്രോസ്പെരിറ്റി ഉണ്ടാക്കിയില്ല. അവൻ ആ ന്യായവിധിയുടെ ദൂതിൽ തന്നെ നിന്നെങ്കിൽ ഇന്ന് രാത്രി പത്രോസ് പറയുന്നു, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. നമുക്കൊരു നല്ല ഹല്ലേലൂയ എന്ന് പറയാം. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവത്തെ ഭയപ്പെടുന്നു. ഞാൻ ഇന്നൊരു പുസ്തകം വായിച്ചു കേട്ടോ. ഡോക്ടർ മോഫറ്റ് എന്ന് പറയുന്ന ദൈവദാസൻ എഴുതിയേക്കുന്ന പുസ്തകം. അതിൻ്റെ അനുഭവമാണ്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിനെ ഇളക്കി മറിച്ച ശക്തനായ ദൈവദാസനാണ് ഡോക്ടർ മോഫറ്റ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ കൂടെ വളരെ പിഴച്ചു നിന്ന ഒരു നല്ല യൗവനക്കാരൻ. അവൻ്റെ ബാല്യപ്രായമാണ്. രക്ഷിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ ഈ വചന ഹൃദയത്തിൽ ചെന്ന് അവൻ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവന് വലിയ ഭയവും ജീവിതമെല്ലാം ശുദ്ധീകരിച്ചു. വളരെ ഭയത്തോടെ കർത്താവിനെ സേവിക്കുക. അവൻ്റെ സ്വഭാവമെല്ലാം മാറി. യഥാർത്ഥ മാനസാന്തരം. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ ഒരു വേട്ടപ്പട്ടിയുണ്ട്, നായാട്ടുപട്ടി. അവൻ അതിനെ കൊണ്ടുപോയി നായാട്ടുന്നു. ഈ പട്ടി ഒരു ദിവസം ഇവൻ വരുമ്പോൾ ഇവൻ്റെ പുതിയ നിയമത്തിൻ്റെ 7 പേജ് കടിച്ചു പറിച്ചിരുന്നു. ഈ പട്ടി 7 പേജ് കടിച്ചു പറിച്ചിരുന്ന പട്ടിയെ പിടിച്ച് ഈ വേദോസത്തോട് നേരെ ഡോക്ടർ മോഫറ്റിൻ്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം പറഞ്ഞു, സാറേ, എൻ്റെ പട്ടി എൻ്റെ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 7 പേജ് തന്നു. സ്തോത്രം. ഉടനെ അദ്ദേഹം പറഞ്ഞു, അത് സാരമുള്ള കാര്യമല്ല, എന്നാലും ഞാൻ പട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞു, പട്ടി ചാകത്തൊന്നുമില്ല, നമുക്ക് മരുന്നൊക്കെ ചെയ്യാൻ പേടി. അല്ല, അതല്ല വിഷയം. ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ ചെന്നപ്പോൾ എൻ്റെ സ്വഭാവം മാറി. ഈ 7 പേജ് അകത്തിരുന്നപ്പോൾ ഇവൻ്റെ സ്വഭാവം മാറിയ. ഹലോ, ഒരു നല്ല ഹല്ലേലൂയ പറയണം. ഒരു വചനം എൻ്റെ അകത്ത് കയറിയപ്പോൾ എൻ്റെ സ്വഭാവം പാടെ മാറി. ഇത് 7 പേജ് ഇവന്റെ അകത്ത് കയറിയേക്കുന്നേ. ഇവന്റെ സ്വഭാവം മാറി. എന്റെ നായാട്ട് മൊത്തം നിൽക്കും. ഹലോ, ഇന്ന് രാത്രി ദൈവത്തിന് വരെ ഒരു വചനം അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വഭാവത്തിന് ഇന്ന് രാത്രി മാറ്റം ഉണ്ടാകണം. വിശ്വസികൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഈ വചനത്തിന്റെ ഒന്നെങ്കിലും നിന്റെ അകത്തുണ്ടെങ്കിൽ വിവരിക്കുന്നില്ല. ന്യായം വിധിച്ചു. കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, കർത്താവേ, ദൈവരാജ്യം എപ്പോഴാ വരുന്നേ? ഗൗരവമുള്ള ചോദ്യം. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം കാണത്തക്ക ഒന്നും പോലും അല്ല വരുന്നത്. ഇത് അവിടെയാണ്, ഇത് ഇവിടെയെന്നൊക്കെ വരും, നിങ്ങൾ പോകരുത്. പക്ഷെ കാര്യം പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവിൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും. അവർ വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും. ഹലോ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ നോഹ പറഞ്ഞത് സംഭവിച്ചു. 7 പേര് മാത്രമേ, 8 പേരും നോഹ ഉൾപ്പെടെ 8 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. നോഹയുടെ ഭാര്യ വീട്ടുകാര്, നോഹയുടെ വീട്ടുകാര്, 3 മരുമക്കളുടെ വീട്ടുകാര് എല്ലാം വന്ന് പെട്ടകത്തെ തട്ടിക്കാണും. സ്വന്തത്തിൻ്റെ പേരിലും ബന്ധത്തിൻ്റെ പേരിലും കയറ്റുന്നല്ലിത്. സ്തോത്രം പറഞ്ഞില്ല.
നിനക്ക് ട്രസ്റ്റ് ഉണ്ടാക്കാൻ 7 പേരെ വേണം, നീ അമ്മായിപ്പനെ അമ്മായിയമ്മയെ അളിയനെയും കൂടെ ചേർത്ത് വെച്ചു, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഇന്ത്യയുടെ നിയമത്തിൽ ട്രസ്റ്റിന് 7 പേര് വേണമല്ലോ. അതിന് നീ അളിയനെയൊക്കെ ചേർത്തു, അതിന് എനിക്ക് വിരോധമൊന്നുമില്ല. അളിയനെ പ്രസിഡന്റും അമ്മായിപ്പനെ വൈസ് പ്രസിഡന്റും ആയിക്കോ, എനിക്കതിനും വിരോധമില്ല. പക്ഷെ ഒരു കാര്യം, ന്യായവിധിയുടെ മുമ്പിൽ അളിയനും അമ്മായിപ്പനും ഇല്ല കേട്ടോ. വ്യവസ്ഥയില്ലാത്ത ഒരെണ്ണം അകത്തു കയറത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കാത്തവൻ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കയറുന്നതല്ല സ്നേഹിത, ദൈവത്തിന്റെ സഭ. സ്തോത്രം. കർത്താവ് നിർത്തിയില്ല. കർത്താവ് പറഞ്ഞു ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും സംഭവിക്കും. നമ്മളോട് പറഞ്ഞു, നീ ആരെ ഓർത്തില്ലേലും ലോത്തിന്റെ ഭാര്യയെ ഓർത്തോണം, എല്ലാവരും ഓർത്തോണം. അവർക്ക് പറ്റിയ ഗതികേട്. ഞാൻ കൃപയാ കുറേ രാജ്യങ്ങളിലൊക്കെ പോയി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഹോസ്റ്റലിലെ കോൺഫറൻസിൽ മോളെ പാടി. അപ്പോൾ എനിക്കൊത്തിരി സന്തോഷമാണ്. അവിടെയൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധിജിക്കുന്ന പോലെ ഒരു കാല് മുന്നോട്ട് ഒരു കാല് പുറകോട്ട് വെച്ച് ഇപ്പം നടക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഭാവത്ത് നിൽക്കുന്ന ഒത്തിരി പ്രതിമ കണ്ടിട്ടുണ്ട്. അതെല്ലാം മുൻപോട്ട് നോക്കി നിൽക്കുന്ന തലതിരിഞ്ഞൊരൊറ്റ പെൺപിള്ള ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഈ സ്ത്രീയാണ്. ഉലകത്തിലാകെ തലതിരിഞ്ഞൊരൊറ്റ പ്രതിമ ഞാൻ കണ്ടേക്കുന്ന ഈ പെണ്ണുപിള്ളയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ തലതിരിഞ്ഞവളെ നിങ്ങൾ എന്ത് ചെയ്തോണം? ഹലോ, ന്യായവിധി തുടരുക, സമയമില്ലല്ലോ. യേശുക്രിസ്തുവിന്റെ കാലത്ത് വന്നപ്പോൾ യേശുക്രിസ്തു വന്ന മൊത്തം രോഗിയെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി ഞങ്ങൾ സൗഖ്യമാക്കും. സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണേ. നിന്റെ ശുദ്ധീകരണം നടക്കുന്ന അനുസരിച്ച് സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുകയും പുറത്തെ മനുഷ്യൻ സൗഖ്യമാകുകയും ഒരുമിച്ച് നടക്കുകയല്ലേ. അതിന് PC ചെറിയ കൈവെക്കേണ്ട അഭിഷക്തന്മാർ മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിവിടെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ കർത്താവ് പട്ടണം തോറും സുവിശേഷം പ്രസംഗിച്ചു. അവൻ ചെന്ന് പള്ളികൾ തോറും ഉപദേശിച്ചു. പള്ളിക്കകത്ത് ഉപദേശം, പട്ടണത്തിൽ പ്രസംഗം. സ്തോത്രം. വന്ന സകല വ്യാധിക്കാരെ നീലക്കാരെ അവൻ സൗഖ്യമാക്കി. പിന്നീട് വീണ്ടും അവൻ പട്ടണങ്ങളിൽ വന്നത് സൗഖ്യമായവരുടെ ഫോട്ടോ എടുത്തിട്ട് ലൈവ് കാണിക്കാനല്ല. ഈ സൗഖ്യമായവന്മാർ ഗുണപ്പെട്ടോ എന്നറിയാൻ വന്നപ്പോൾ പട്ടണത്തിലുള്ള ആരും മാനസാന്തരപ്പെട്ട് കാണായികയാൽ. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? സൗഖ്യമായി കാണാഴികയല്ല, ക്യാൻസർ മാറിയാഞ്ഞിട്ടല്ല, ട്യൂമർ മാറാഞ്ഞിട്ടല്ല, പോയ കിഡ്നി ഉണ്ടായനല്ല. ഈ ഉണ്ടായവൻ ഗുണപ്പെടാഞ്ഞത് കണ്ടപ്പോൾ കർത്താവ് മാനസാന്തരപ്പെടാത്ത പട്ടണങ്ങളെ ശാസിച്ചു തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നോക്കുന്നത് നിന്റെ സൗഖ്യമല്ല കുഞ്ഞേ, നിന്റെ മാനസാന്തരമാ. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് സംഭവിച്ചപ്പോൾ ജനം ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. അതാ ദൈവത്തിന് അറിയേണ്ടത്. അവൻ യഹൂദനെ തള്ളാൻ എന്താ കാര്യം? 4 കാര്യമുണ്ട്. ഒന്ന് വായിക്കണം ദേവദാസനെ. 4 കാര്യം. 1 യോഹന്നാൻ 1:11. യോഹന്നാൻ 1:11. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് മതി. ലൂക്കോസ് 13:3. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ലൂക്കോസ് 7:29-30. എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരൻ കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനമേറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. മത്തായി 23:37-38 കൂടെ. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ യഹൂദനെ ദൈവം ന്യായം വിധിക്കാൻ കാരണം പത്രോസിന്റെ ഭാഷയിൽ, പൗലോസിന്റെ ഭാഷയിൽ സ്വാഭാവിക കൊമ്പുകളെ ഒടിക്കാൻ കാരണം, അസ്വാഭാവിക കമ്പുകളെ ഒട്ടിക്കാൻ കാരണം യഹൂദന്റെ ഭാഗത്ത് 4 പ്രശ്നം. 1, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ തള്ളി. സ്തോത്രം. അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. സ്തോത്രം.
അന്ന് രാത്രിയിൽ, തണുപ്പുള്ള രാത്രിയിൽ ബേത്ലഹേമിലുള്ള ഒരുമാതിരിപ്പെട്ട മുഴുവൻ വീടിന്റെ വാതിക്കൽ നിറവയറും വേദനയുമായി നിൽക്കുന്ന ഈ മറിയയും, ഇവിടെ വേദന കണ്ട് ചങ്കു പിടയുന്ന യോസഫും മുഴുവൻ വാതിലും മുട്ടി. എൻ്റെ ഭാര്യ പേര് ചാർത്താൻ വന്നതാ, ഞങ്ങളങ്ങ് നസറേത്തിൽ നിന്ന് വരുക, ഒത്തിരി കഷ്ടപ്പെട്ടു, വഴിയമ്പലത്തിൽ ഇടം കിട്ടിയില്ല. അവർക്കിടം കിട്ടിയില്ലെന്നാണ്, ശ്രദ്ധിക്കണേ. അവർക്കിടം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ വഴിയമ്പലത്തിൽ സ്ഥലമില്ലെന്നല്ല അർത്ഥം, ഇവർക്കിടം കിട്ടിയില്ലെന്നാണ്. കാരണം അവിടെ VIP-കൾക്കുള്ള സൂട്ടുണ്ട്, ഫാമിലിക്കുള്ള ഡബിൾ ബെഡ്റൂമുണ്ട്, സാധാരണക്കാർക്കുള്ള സിംഗിളുണ്ട്, അതിനെല്ലാം റേറ്റ് ഉണ്ട്. യോസഫിന് മറിയും കൈ കൊടുക്കാൻ റേറ്റ് ഇല്ലാഞ്ഞതുകൊണ്ട് അവർക്ക് റൂമില്ലെന്നാണ്, അല്ലാതെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലെന്നല്ല. ദരിദ്രനായതുകൊണ്ട്, ഹലോ, സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായതുകൊണ്ട് ദാരിദ്ര്യവാസിക്ക് കിട്ടിയില്ലെന്നാ. മനസ്സിലായില്ലേ? നിന്നെ സമ്പന്നനാക്കാൻ, സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, നിന്നെ സമ്പന്നനാക്കാൻ അവൻ ഇടം കിട്ടാഴികയാൽ വഴിയിൽ എവിടോ അത് നടന്നു. ആ നടന്ന കുഞ്ഞിനെ പൊതിയാൻ ഇന്നത്തെ സൂട്ടൊന്നുമില്ല, അതുകൊണ്ടൊരു കീറ്റുശീലെ പൊതിഞ്ഞു പശുത്തൊട്ടി കിടത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ല ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. അങ്ങനെ അവൻ ജനിച്ചു. മുഴുവൻ യഹൂദന്റെ വാതിൽ കൊട്ടിയടച്ചു. അന്ന് തുടങ്ങി ഇവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് പറയുന്നത് വരെ അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവർ ജനനം തുടങ്ങി മരണം വരെ അവനെ കൈവിട്ടു. അവനെ തള്ളിയത് കൊണ്ട് തമ്പുരാൻ അവനെ തള്ളി. ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ വന്ന നാസി പട ഒറ്റ ദിവസം 60 ലക്ഷം എണ്ണത്തെ അല്ലെങ്കിൽ കൊന്നു മുടിക്കാൻ കാരണം അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവൻ അവനെ കൈവിട്ടപ്പോൾ അവൻ ആ ജാതിയെ ന്യായം വിധിച്ചു. അവരുടെ രണ്ടാമത്തെ പ്രശ്നം, അവർ മാനസാന്തരപ്പെട്ടില്ല. അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടായികയാൽ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ പ്രശ്നം, മാനസാന്തരപ്പെട്ടില്ല. യോഹന്നാന്റെ പ്രസംഗത്തിന്റെ പ്രസക്തമായ പ്രമേയം മാനസാന്തരപ്പെടണം. ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രി 2017 വർഷം കഴിഞ്ഞെങ്കിൽ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, മാനസാന്തരപ്പെടണം. സഭയുടെ ട്രസ്റ്റി ആയിരിക്കും, സെക്രട്ടറി ആയിരിക്കും, കമ്മിറ്റി ആയിരിക്കും, കൗൺസിൽ ആയിരിക്കും. ഇന്ന് രാത്രി ദൈവത്തിന് വിഷയമല്ല, നീ ആരുമാകട്ടെ, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, ഇവിടെ സ്ഥാനം കാണാം, പദവി കാണാം, ഹല്ലേലൂയ, പണം കാണാം, ധനം കാണാം, സൗന്ദര്യം കാണാം, പക്ഷേ ഹല്ലേലൂയ, ദൂതനെ വെട്ടിയ വാൾ ഇന്ന് രാത്രി ഉണ്ട്. ഉയരത്തിൽ ആരാധിച്ചവനെ വെട്ടിയിടാൻ മടിയില്ലാത്ത ദൈവം ഇന്ന് രാത്രി ന്യായം വിധിക്കുന്ന ദൈവമെന്ന് പത്രോസ് ഓർപ്പിക്കുകയാ. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പോൾ. മൂന്നാമത്തെ പ്രശ്നം, സ്നാനപ്പെടായികയാൽ അവർ ദൈവത്തിന്റെ ആലോചനയെ, ഹലോ, സ്നാനപ്പെട്ടവരൊക്കെ അഭിമാനത്തോട് ഹല്ലേലൂയ പറഞ്ഞു. അല്ലാത്തവരല്ല ഇന്ന് രാത്രി തീരുമാനമെടുത്ത് ശനിയാഴ്ച ഇവിടെ സ്നാനം കാണും, ഉണ്ട്, സ്നാനപ്പെട്ടോണം. അതിന് ലോഹ്യമൊന്നുമില്ല. പോകാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ പറയാം. നീ ആരും ആയിക്കോട്ടെ, പണ്ട് കുടഞ്ഞതോ തൂത്തതോ ഒക്കെ ആയിരിക്കും, എനിക്ക് വിഷയമല്ല. ഇന്ന് രാത്രി സ്നാനപ്പെട്ടോണം. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നല്ല അഭിഷേകമുള്ള ദൈവദാസന്മാരുടെ കൈകീഴെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. നല്ല സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. ഇപ്പം ബെന്തിക്കോസുകാർ പോലും ഉഡായിപ്പ് സ്നാനം നടന്നുകൊണ്ട് എൻ്റെ കേൾവി, അതൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷെ നീ സ്നാനപ്പെട്ട നല്ല വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. വെള്ളം കുടിക്കാനൊക്കെയുള്ള പരിപാടി സ്നാപകം മൂക്കെ പിടിച്ച് കൈകാര്യം ചെയ്തോളൂ. നല്ല നല്ല കുളം ഇവിടെയുണ്ട്, സ്വതന്ത്രം പറഞ്ഞേ. പിന്നെ എല്ലാം ക്രമീകരിച്ചിട്ടേക്കുമല്ലയോ. ഒരു ജോഡി ഡ്രസ്സുമായിട്ട് വന്നാൽ വേറെ ഒന്നും വേണ്ട. സ്വതന്ത്രം പറഞ്ഞില്ല. അവർ സ്നാനം ഏറ്റില്ല ദൈവത്തിന്റെ ആലോചന. അവർ മാനസാന്തരപ്പെട്ടില്ല. അവർ സ്വന്തത്തിലേക്ക് വന്ന് തള്ളിക്കളഞ്ഞു. കവലപ്രസംഗം കേൾക്കുന്നു, കൺവെൻഷൻ കേൾക്കുന്നു. ചെറുവക്കിൽ 25ാമത്തെ കൺവെൻഷൻ മുടങ്ങാതെ 25 വർഷം വരുന്നുണ്ട്. ഗുണപ്പെട്ടോന്ന് അറിയണ്ടേ? ഹലോ,
കർത്താവിന് അറിയേണ്ടത് നീ 25 വർഷം വന്ന് ജൂബിലിയുടെ സമ്മാനം മേടിച്ചുകൊണ്ട് പോകാനല്ല, ഇന്ന് രാത്രി ഗുണപ്പെട്ടോ എന്ന കർത്താവിന് അറിയേണ്ടത്. അല്ലേ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് ഉറപ്പുള്ളവർ കരം ഉയർത്തി 2 കൈ വീശി ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ചേ. നീ ആരാധിക്കാൻ ഇന്ന് രാത്രി യോഗ്യതയുള്ള വ്യക്തിയോ? ഓ ഹല്ലേലൂയ. 4-ാമത്തെ അവന്റെ പ്രശ്നം, പ്രവാചകന്മാരെ കൊന്നു, ദൈവദാസന്മാരെ കല്ലെറിഞ്ഞു. സ്തോത്രം. ഇവിടുത്തെ തിരുവനന്തപുരം മുതൽ തമിഴ്നാട് തൊട്ട് അങ്ങ് ഭോപ്പാൽ വരെ കൊന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളെ മൊത്തം കൂടെ കൊന്നാലും, ഇത്രയാണ് അതിനെ മൊത്തം കൊന്നാലും സുവിശേഷന്റെ വാതിൽ അടയത്തില്ല. അടയാതിരിക്കാൻ കാരണം ആദി സുവിശേഷം പ്രസംഗിച്ച് ഞങ്ങൾ ഉപദേശിമാരൊന്നും അല്ല, ദൂതൻ ഇറങ്ങിയല്ലേ പറഞ്ഞേ. സർവജനത്തിനും ഉണ്ടാവാനുള്ള മഹാ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് പറഞ്ഞ ദൂതൻ ഇറങ്ങിയ. ഹലോ, ഇന്ന് രാത്രി ദൂതൻ അവിടെ ഉണ്ട്. ഞങ്ങൾ പോയാൽ ദൂതനെ ഇറക്കും. അയ്യോ, എന്റെ കർത്താവ് ആരാന്നറിയാമോ? ഉപദേശിയുടെ വാ പൂട്ടിയാലോ ഉപദേശിയുടെ കരുത്ത് വെട്ടിയാലോ സുവിശേഷത്തിന്റെ വാതിലടയത്തില്ല. ഭാരതത്തിൽ വാതിലടയ്ക്കാമെന്ന് ഏതെങ്കിലും ജാതീയ ശക്തികൾ വിചാരിച്ചാൽ ഇതിന് ആത്മാവി പറയട്ടെ, നടക്കത്തില്ല. വിശ്വാസമുള്ളവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. സുവിശേഷത്തിന്റെ ശക്തി എത്ര വലുതോ. ഈ രാത്രി ആത്മാവി ധൈര്യപ്പെട്ടോണം, ഭയപ്പെടരുത്. അകാരണമായ സകല ഭയത്തെയും ഈ രാത്രി ആത്മാവിൽ നീ ശാസിക്കാൻ തയ്യാറാകണം. നിന്റെ അകത്തെ മനുഷ്യന് രാത്രി ആത്മാവിൽ ബലപ്പെടേണ്ട രാത്രിയോ. നല്ലൊരു അന്യലിയം. ഈ അബ്രഹാം ഒരു ദിവസം പേടിച്ചു പോയി. നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു അബ്രഹാം. പക്ഷേ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഇതേ ലോത്തിനെയും പിള്ളേരെയും എല്ലാം പിടിച്ചുകൊണ്ട് പോയിരുന്നു, അവരുടെ സമ്പത്തും കൊണ്ടുപോയെന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വീട്ടിലുണ്ടാകുന്ന 312 പേരും ഒറ്റ പോക്ക്. മുൻപും പിന്നെ നോക്കിയില്ല, നേരെ ചെന്നു ആടിച്ച് പൂർത്തി സംഗതി റെഡിയാക്കി. 5നെ തോപ്പിച്ച് 4നെ രക്ഷിച്ച് ലോത്തിനെയും ഭാര്യയെല്ലാം അവിടെ കൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്ന വഴിക്ക് ദശാംശം എല്ലാം കൂടെ മൽക്കീസേദെക്കിനും കൊടുത്ത് കാര്യമൊക്കെ ക്രമീകരിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ലോത്തിൻ്റെ വഴിക്ക് പോയി. 312 അഭ്യാസി അവരുടെ ക്യാമ്പിൽ പോയി. സ്തോത്രം. മൽക്കീസേദെക്ക് അവൻ്റെ വീട്ടിൽ പോയി. ഈ രാജാക്കന്മാർ അവരുടെ രാജ്യത്ത് പോയി. ഈ പുള്ളി ഒറ്റയ്ക്കായി. എന്നേരം പുള്ളിക്കൊരു വിചാരം ഉണ്ടായത്. സ്തോത്രം. ഞാൻ ചാടിക്കയറി ലോത്തിനെ പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അവന്മാർ 5 കൂടി സൈന്യം കൂടെ വന്ന എൻ്റെ കാര്യം. സ്തോത്രം. ആ ചിന്ത വന്നവൻ പുള്ളി ഒന്ന് വിറച്ചു. എന്നേരം കർത്താവ് ഇറങ്ങി. നോക്കി, 1 മിനിറ്റ് ആ ഭയം നിൽക്കാൻ സമ്മതിച്ചില്ല. എന്നേരം കർത്താവ് പറഞ്ഞു, അബ്രഹാമേ ഭയപ്പെടണ്ട, ഞാനല്ലടാ നിന്റെ പരിച. ഹോ, സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, അവിടെ ഒരു ഹോളം ഒളിച്ചതോ, ഇവിടെ ഒരു പാപന്റെ ഉപദേശിയെ തല്ലുന്നത് നീ ഭയപ്പെടരുത്. പരിചയായ ഒരു ദൈവം നമുക്കുണ്ട്. വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. അബ്രഹാമിന്റെ ദൈവം നിന്റെ ദൈവമാ. ഇന്ന് രാത്രി ഭയപ്പെടരുത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവാത്മാവിനോട് പറയാൻ പറയുന്നു. തല തങ്കം കൊണ്ടെന്ന് പറഞ്ഞ നെബൂഖദ്നേസറിനെ പുല്ലു തീറ്റിച്ച ദൈവമായ എൻ്റെ ദൈവം. കൂത്താടി ഡാൻസ് കളിച്ച ബെൽശസ്സറിനെ ആ രാത്രി ഏപ്പാടി വെട്ടിയവനാ എൻ്റെ ദൈവം. ഇന്ന് രാത്രി ദൈവത്തിന് ആരും ഒരു വിഷയമല്ല. നിന്റെ 3-2 ഭൂരിപക്ഷമൊന്നും ദൈവത്തിന് വിഷയമല്ല. സ്വർഗം എഴുന്നേറ്റാൽ, ദൈവം എഴുന്നേറ്റാൽ ഇന്ന് രാത്രി സഭ പേടിക്കരുത്. സഭ ഇന്ന് രാത്രി കർത്താവിന് ഉണരാൻ തയ്യാറായാൽ, ഓ വിശ്വസിക്കുന്നവർ 2 കരം അടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുക. ചില ഭയങ്ങൾ മാറട്ടെ, ചില ഭീതികൾ മാറട്ടെ. അഭിഷക്തന്മാരെ പേടിക്കരുത്. ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊണ്ട് നിൽക്ക്. അല്ല സാറേ, നമ്മൾ എത്ര പരസ്യം നടത്തി? 80. ഞങ്ങൾ 10 ദിവസം കൊണ്ട് 80 പരസ്യവും നടത്തി.
അടുത്ത ദിവസം ഉറങ്ങുക, ഞങ്ങൾ ഇറങ്ങുക, ചാകാൻ തീരുമാനിച്ചു, ചാവേറായേക്കുക. എത്ര പേരുണ്ട് തയ്യാറ്? ഭയപ്പെടരുത്, ഞാൻ നിന്റെ പരിചയ, സ്വർഗം നിനക്ക് ചുറ്റും ഒരു പരിചയ. സഭയെ സംരക്ഷിക്കുന്നത് ഞങ്ങളാരുമല്ല, സഭയെ സംരക്ഷിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. പുത്രന്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയെ പുതിയ കരുത്തുള്ള ഒരു സ്വർഗം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചേ, യഹൂദൻ സ്നാനത്തെ പുച്ഛിച്ചു, യഹൂദൻ മാനസാന്തരത്തെ തള്ളി, യഹൂദൻ യേശുവിനെ തള്ളി, യഹൂദൻ പ്രവാചകന്മാരെ കൊന്നു, ദൈവത്തിന്റെ ദാസന്മാരെ കല്ലെറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ന്യായവിധി ഇറങ്ങി. ഒന്നാമതായിട്ട് സ്വാഭാവിക കൊമ്പിനെ ഒടിച്ചങ്ങോട്ട് മാറ്റി. എന്നിട്ട് കുതിരയുടെ കടിവാളം വരെ രക്തം ഉയരത്തക്കതുപോലെ ന്യായവിധിയുടെ വാൾ അവിടെ ഇറങ്ങി. ഹല്ലേലൂയ. ദൂതനെ വെട്ടിയ വാള് യഹൂദന്റെ ഇടയിൽ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി അതേ വാളിനെ കുറിച്ച് പത്രോസ് പറയുന്നു, യഹൂദനായ പത്രോസ് പറയുന്നു, അതേ ന്യായവിധി ദൈവത്തിന്റെ ഗ്രഹത്തിൽ ഇന്ന് രാത്രി പാപത്തിന് പുറം തിരിയണം, ദൈവത്തിലേക്ക് മുഖം തിരിയണം. എത്ര പേര് തയ്യാറുണ്ട് പാപത്തോട് യാത്ര പറയാൻ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ, വേർപാടിന് വേണ്ടി നിൽക്കാൻ, വിശ്വാസത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവകൃപയ്ക്ക് വേണ്ടി നിൽക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവർ കരമ ദൈവത്തെ സ്തുതിക്കട്ടെ. അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ പതറാതെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാക്കന്മാർ ആലയത്തിൽ ആത്മാക്കളെ നേടിയത് ലജ്ജ കൂടാതെ വിശുദ്ധി പറഞ്ഞുകൊണ്ടാണ്. അന്ന് നമ്മുടെ ശാലേം ബോയ്സിൻ്റെ കൂട്ട് 2 ഓർഗനില്ല, 3 റിതം പാടില്ല, 2 ഗിത്താറില്ല, തബലയില്ല, തബല അടിക്കാൻ ആളില്ല, ആകെപ്പാടെ ഉള്ളതൊരു പഴയ തമ്പാണ്. അതിൻ്റെ തോല് മാറാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അയലോക്കത്തെ പറമ്പിൽ റബ്ബറിന് വന്ന ചിരട്ടയ്ക്കകത്തെ പാല് തുണിയെ മുക്കി അപായം എന്നുള്ള അടയാളം പോലെ ക്രോസ് പോലെ ഒട്ടിച്ചേക്കുവാണ്. തമ്പേറിൻ്റെ പുറത്ത് 7 പ്രാവശ്യം കുരിശ് പോലെ പാലിനകത്ത് മുക്കിയ തുണി. സ്വതന്ത്രം ആംബുലൻസിലെ പടം പോലെ ഒട്ടിച്ചേക്കുക. സ്വതന്ത്രം കമ്പ് മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു കമ്പിൻ്റെ അറ്റത്ത് ഒട്ടുവാടി ചുറ്റിയേക്കുക, പഴതുണി ചുറ്റിയേക്കുക. ഹലോ, അത് കൊട്ടുമ്പോൾ ഋതമില്ലായിരുന്നു, പക്ഷെ പൂത് കളഞ്ഞു. പിന്നെ പൂതൊക്കെ ഞെട്ടി വിറച്ചിളകല്ലേ, ഇളകിയിട്ട് പോകുമായിരുന്നു കേട്ടോ. പേരും ചോദിച്ച് നാളും ചോദിച്ച് ഞാൻ ഒതുക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല, ഒന്നുകൂടെ വരാമെന്ന് പറഞ്ഞ് പോകുന്നതല്ല, ഒതുക്കുന്ന പരിപാടിയൊന്നുമല്ല. പിന്നെ ഇപ്പം എല്ലാം ഒതുക്കിയിട്ട് പോകല്ലേ. സ്വതന്ത്രം പറഞ്ഞില്ല. പിറ്റേ യോഗത്തിൽ ഇത് പിന്നെ ഇളകുമല്ലോ. യോഗത്തിന്റെ പകുതി സമയം ഇതിങ്ങനെ ഇളകി ഡാൻസ് കളിക്കുകയല്ലേ. പല യോഗത്തിലും അതിന്റെ ഡാൻസ് കണ്ടിങ്ങനെ നീങ്ങുകയല്ലേ. അത് അങ്ങനൊന്നുമല്ല, ഒറ്റ ശാസന, ഒറ്റ വാക്കേ പറത്തുള്ളൂ. ഇത് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമകളിരിക്കുക. നിനക്ക് എന്നെ ഇവിടെ കാര്യം പോ എന്ന് പറഞ്ഞ് അന്നേരം പോകല്ലേ. ഇന്ന് രാത്രി പോ, സൂക്ഷിച്ചോണം. അല്ലെങ്കിൽ നീ ധൈര്യത്തോടെ ഇരുന്നോണം. നിന്റെ കെട്ടടിക്കുന്ന രാത്രിയാ. ഈ രാത്രി വിശുദ്ധി വെളിപ്പെട്ടാൽ, ആരാധന വെളിപ്പെട്ടാൽ, അഭിഷേകം വെളിപ്പെട്ടാൽ, സമയം ഓടിപ്പോകുന്നല്ലോ. ഒറ്റ വാക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. 50-ാം സങ്കീർത്തനം വായിക്കണം, വേറെ ഒന്നും വായിച്ചില്ല. 17-ാമത്തെ വാക്യം. നീ ശാസനയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൊടുന്നു. നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദര വിരോധമായി സംസാരിക്കുന്നു. ഹലോ, ഒന്നുകൂടെ വായിക്കണം ദേവദാസൻ. നീ ശാസനയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. ഉപദേശം പറയുന്ന ഉപദേശിമാരെ ഇപ്പൊ വേണ്ടല്ലോ. സ്തോത്രം. ഇപ്പൊ പ്രായമുള്ളവരും വേണ്ട. ഞങ്ങൾക്ക് നല്ല ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളെ കിട്ടാൻ മതി. സ്തോത്രം. പിന്നെ വന്നിട്ട് അവിടെ കാറ് കിട്ടുന്നു, ഇവിടെ പെണ്ണ് കിട്ടുന്നു, അവിടെ ചുമന്നനെ കിട്ടുന്നു എന്നെല്ലാം പറയുമ്പോഴത്തേനും ഭയങ്കര ആവേശവും കയ്യടിയാണ്. ശ്രദ്ധിക്കണേ വാക്യേ. നീ ശാസനയെ വെറുത്ത്, നിനക്ക് ശാസന ഇഷ്ടമല്ല, ശാസനയെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നു. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂല കള്ളനെ കണ്ടാൽ നീ അവന്
അനുകൂലപ്പെടുന്നു. വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. ടെലിഫോണിന്റെ മുമ്പിലേക്ക് പാരിക്കും. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ കണ്ണിന്റെ മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം നിരത്തി വെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ. അല്ലെങ്കിൽ ഈ കണ്ണിന്റെ മുമ്പിൽ നിരത്തി വെച്ചപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിരുന്ന സിനിമാ നടൻ ഇങ്ങനെ തുണി ഇട്ടുകൊണ്ട് നിൽക്കുന്ന പടം നിങ്ങൾ കണ്ടു കാണാം. ഈ തൂവാലയ്ക്ക് ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടി. വിശർപ്പ് തുടയ്ക്കാൻ മാത്രമല്ല, മുഖം മറയ്ക്കാനും. ഹലോ, സ്തോത്രം ആരും പറയുന്നില്ല. ഞാൻ ഇവയെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിരത്തി വെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. ന്യായം വിധിക്കുമെന്ന്, ദൈവഗ്രഹത്തിൽ ന്യായം വിധിക്കുമെന്ന്, ഞാൻ നിന്നെ കീറിക്കളയും. വിടിവിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല. ദൂത് കേട്ട ദൂത് പറഞ്ഞ ശൗലിനോട് എതിർത്ത് എഴുന്നേറ്റ് പോകാൻ തുടങ്ങും മുമ്പേ കോപിഷ്ഠനായി മാറിയ ശൗമേലിന്റെ വസ്ത്രത്തെ കയറി പിടിച്ച് പോകാതിരിക്കാൻ ശൗമേല് ദൂത് പറഞ്ഞേച്ച് മുൻപോട്ട് നടന്നു. ഇവൻ ഇങ്ങോട്ട് വലിച്ചു, കീറിപ്പോയി. കീറിയപ്പോൾ സോറി പറയാൻ നിൽക്കുമെന്ന ശൗല് വിചാരിച്ചേ. പക്ഷേ ശൗമേൽ പ്രവാചകൻ പറഞ്ഞു, ഇതുപോലെ നിന്റെ രാജത്വം കീറിയേക്കുക. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണ്ടിരിക്കണമേ, എന്റെ കുഞ്ഞെ, നീ എല്ലാവരെ കാട്ടി തോളപ്പം പൊക്കമുള്ളവനായാലും തമ്പുരാൻ കീറിയാൽ വിടിവിപ്പാൻ ഉലകത്തിൽ ആരും ഉണ്ടായിരിക്കത്തില്ല. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ ഞാൻ നിന്നെ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമുണ്ടാകത്തില്ല. അടുത്ത വാക്യം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ. ഒരു സ്തോത്രം പറഞ്ഞേ. നിന്നെ വിളിച്ച അതിനാ. നീ മറ്റൊരു പ്രോഗ്രാമിൽ ഇടപെടല്ല. നിന്റെ ഏക ലക്ഷ്യം ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, കാകളെന്ന് വിളിച്ചാൽ പോണം. നിത്യത കൈമോശം വരുന്ന ഒന്നും എനിക്ക് വേണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ തന്നെ എത്ര പേരുണ്ട്? 80 വയസ്സിനകത്ത് നിന്നെ വിട്ടു പോന്നതോ 80 വയസ്സിനകത്ത് നീ വിട്ടു പോന്നതോ ഒന്നുമല്ല കുഞ്ഞെ വിഷയം. അതെല്ലാം വിട്ടേച്ചു പോണം. 400 ഫ്ലൈറ്റും അതിൻ്റെ കാര്യങ്ങളുണ്ട്. കിങ് ഫിഷറിൻ്റെ ഉടമസ്ഥൻ വിജയ് മല്യ ഒളിവി കിടക്കുക. സ്തോത്രം. നമ്മുടെ അറ്റ്ലസ് ജൂറിലെ പുള്ളിക്കാരൻ ജയിലിൽ കിടക്കുക. ജയലളിത ഭൂമിക്ക് അടിയിൽ കിടക്കുക. എത്ര കോടി രൂപയാണ്? ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ട്. നിന്റെ ദാനം പുഴുവരിക്കും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? നിത്യതയെ പൊക്കോണം. കർത്താവ് വരും. ബന്ധിക്കോസുകാരന്റെ മുഖം പാടല്ലേ, കർത്താവ് വരും. നിന്റെ അകത്ത് പ്രത്യാശ നിറയണം. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അവൻ വരും. അവൻ അടുക്കൽ വാതിക്കലായി. ഇതിനകത്ത് വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കട്ടെ പ്രിയരേ. യേശുവനായി. ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ അന്തരാത്മാവിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ തേജസ് കത്തി നിറയുവാൻ.
അമേരിക്കയുടെ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് അവர்கள் യെരുശലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നൊപ്പം ഞാൻ സന്തോഷിക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ സന്തോഷം അതൊന്നും അല്ല. എൻ്റെ യേശു യെരുശലേമിനെ തലസ്ഥാനമാക്കാൻ പോവാ. അത് അടുത്ത 7 വർഷങ്ങൾക്കകത്ത് നടക്കും. സ്തോത്രം. നമ്മൾ ഇവിടുന്ന് പോയി 7 വർഷം കഴിയുമ്പോൾ 135 അംഗരാഷ്ട്രങ്ങൾ എതിർത്താലും 54 ഇസ്ലാം രാഷ്ട്രം എതിർത്താലും, സ്തോത്രം, ഇന്ത്യ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും യേശു സിംഹാസനം യെരുശലേമിൽ വെക്കും. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഇവിടുത്തെ മുഴുവൻ അംഗരാജ്യങ്ങളും UNOയും യൂറോയും എല്ലാം എതിർത്താലും എന്റെ യേശു അവിടെ സിംഹാസനം വെക്കും. കർത്താവേ, നമ്മുടെ ന്യൂയോർക്ക് ഒരു തലസ്ഥാന നഗരിയാക്കാൻ കൊള്ളാവുന്ന മനോഹരമായ സ്ഥലമായതുകൊണ്ട് അവിടെ അങ്ങ് വെച്ചാൽ പോരെ? അല്ലെ, നമ്മുടെ UK-ക്കകത്തുള്ള ഹീത്രൂ എയർപോർട്ടിന് സമീപം നല്ലൊരു സ്ഥലമാണ് ലണ്ടൻ, നമുക്ക് അവിടെ അങ്ങ് വെച്ചാൽ പോരെ? അല്ലെ, കാനഡയുടെ അങ്ങ് ടൊറാൻഡോയിലോട്ട് കൊണ്ട് വെച്ചാൽ പോരെ? അല്ലെ, ഡൽഹി എത്ര മനോഹരമാണ്. ഇല്ല കുഞ്ഞേ, എൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചത് അവിടാടാ. കോലുകൊണ്ട് അടിച്ചുറപ്പിച്ച അവിടെ ഞാൻ പൊൻകിരീടം വെക്കും. സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഓ, എവിടെ നിന്ദിച്ചോ, എവിടെ അപമാനിച്ചോ, എവിടെ പരിഹസിച്ചോ, അവിടെ ഞാൻ കിരീടം വച്ചിരിക്കുമെന്ന് ഇതിനകത്ത് വിശ്വസിക്കുന്നവർ ശ്രദ്ധിച്ചേ. കസാറ ഇല്ലാതെ നമ്മുടെ ഈ പാസ് ഇരിക്കുന്ന പോലെ, ബിജു പാസ് ഇരിക്കുന്ന പോലെ ഇരിക്കുക, പക്ഷെ കസാറ താഴെയില്ല. അങ്ങനെ ഇരുത്തി കൈ ചെങ്കോലിന് പകരം ഒരു ഞാങ്ങണയുടെ കമ്പ് വെച്ച് വസ്ത്രം ചീട്ടിടാൻ അഴിച്ചു മാറ്റിയിട്ട് ഒരു നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് അടിച്ച് മീശ പിഴുതു പറിച്ച് കാർക്കിച്ചു തുപ്പിയിട്ട് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ്, സിംഹാസനമില്ലാതെ രാജാവ് എന്ന് പറഞ്ഞ്, ചെങ്കോലില്ലാതെ ഞങ്ങളുടെ കമ്പ് പിടിപ്പിച്ച് അപമാനിച്ച അതേ യെരുശലേമിൽ, അതേ യെരുശലേമിൽ എന്റെ കർത്താവ് സിംഹാസനം വെക്കും. വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ദൈവത്തെ കരമടിച്ച് ആരാധിക്കട്ടെ. അതേ യെരുശലേമിലോ പോലെ ഇതിനകത്ത് രാജാതി രാജാവായി, കർത്താതി കർത്താവായി, ദൈവാതി ദൈവമായി എന്റെ യേശു സിംഹാസനം വെക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അന്നേരത്തെ എന്റെ സന്തോഷം ആ സിംഹാസനം വെച്ചുള്ള ആ രാജവാഴ്ചയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഞാനുണ്ടായിരിക്കും. ഈ ഇരിക്കുന്ന ദൈവദാസന്മാരുണ്ടായിരിക്കും. ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുള്ളവരൊക്കെ പ്രൈസലോ. അതിന് തടസ്സമായിട്ട് എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ, കറയോ ചുളുക്കമോ വാട്ടമോ മാലിന്യമോ എന്തേലും ഉണ്ട്, ഇന്ന് രാത്രി രക്തത്താൽ ഒന്നുകൂടെ കഴുകണം. പ്രൈസലോ. കർത്താവ് ഒരു സാധ്യത തന്നിട്ടുണ്ട്. അഴുക്കുള്ളവനെ അങ്ങ് ആടിക്കൂ. അഴുക്ക് ആകട്ടെന്നല്ല, അഴുക്കങ്ങ് ആടുമോനെ. സഭയ്ക്കകത്തും ഡിസ്ട്രിക്റ്റിനകത്തും സോണലിനകത്തും കേന്ദ്രത്തിലൊക്കെ നിനക്ക് ആടാവുന്നിടത്തെല്ലാം നീ അങ്ങ് ആട്. പക്ഷെ വിശുദ്ധൻ, ഹലോ, മറ്റൊരു അഴുക്ക് ആടിക്കോട്ടെ, അത് വിഷയമുള്ള കാര്യ, അവൻ അഴുക്ക് ആടട്ടെ. പക്ഷെ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കണം. കൊതിക്കുന്നവർ ചാടി എഴുന്നേറ്റത് ഇന്ന് രാത്രി മറ്റൊന്നും വേണ്ട. വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കാൻ കൊതിക്കുന്നവർ ഈ രാത്രി വേഗത്തിൽ ഒന്ന് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഒറ്റ കുഞ്ഞുങ്ങൾ ഈ പന്തൽ വിട്ടു പോകരുത്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ ഉള്ളത്തിൽ ശക്തമായ നിയോഗമുണ്ട് ഇന്ന് രാത്രി. ഹല്ലേലൂയ. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പോൾ അത് നമ്മിൽ തുടങ്ങിയാൽ, രക്ഷിക്കപ്പെട്ട നമ്മിൽ തുടങ്ങിയാൽ, സ്നാനപ്പെട്ട നമ്മിൽ തുടങ്ങിയാൽ, ആഭരണം ഉപേക്ഷിച്ച് നമ്മിൽ തുടങ്ങിയാൽ, ഓ ലോകത്തിന്റെ ഇമ്പങ്ങൾ വെടിഞ്ഞ് നമ്മിൽ തുടങ്ങിയാൽ
സുവിശേഷം അനുസരിക്കാത്തവന്റെ ഗതി എന്താകും? ഇന്ന് രാത്രി എത്ര പേര് സമർപ്പിക്കാൻ തയ്യാറുണ്ട്? ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയരട്ടെ, ആ കരങ്ങൾ രണ്ടും ഉയരട്ടെ. രോഗസൗഖ്യത്തിനല്ല കേട്ടോ, വഴി തുറക്കാൻ വേണ്ടി അല്ല കേട്ടോ, കൊച്ചിന് എൻട്രൻസ് പാസ്സാകാൻ അല്ല കേട്ടോ, കൊച്ചിന്റെ കല്യാണം നടക്കാനുമല്ല. അതൊക്കെ സമയത്ത് ദൈവം ചെയ്തോളും. എന്നാൽ ഇന്ന് രാത്രി ഒരാഴമായ ശുദ്ധീകരണത്തിനായി ആ കരങ്ങൾ ദൈവം കാണട്ടെ, ആ കരങ്ങൾ ദൈവം കാണട്ടെ. ഒരു നിമിഷം കരയാൻ കൃപയുണ്ട്, കരഞ്ഞോ. മോളിവിടെ പാടിയപ്പോ കരഞ്ഞതുപോലെ ഹല്ലേലൂയ, ഇന്ന് രാത്രി കരയാൻ കൃപയുണ്ടെങ്കിൽ അപ്പ ഒന്നുകൂടെ കഴുകണമേ, ഒന്നുകൂടെ ശുദ്ധീകരിക്കണമേ. നിന്റെ തേജസ്സുള്ള ആ പുണ്യാക രക്തത്താൽ ഈ പാപമംഗലമായ ലോകത്തിൽ നിന്റെ വരവ് വരെ ജീവിപ്പാനുള്ള ആ ഒരു ശുദ്ധീകരണം ഇന്ന് രാത്രി എന്റെ മേൽ പകരണമെന്ന് കൊതിക്കുന്നവർ ഒരുമിച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചു. സ്വർഗം നിന്നെ അംഗീകരിക്കുന്ന രാത്രിയാ, നിന്നെ കഴുകുന്ന രാത്രിയാ, നിന്നെ ശുദ്ധീകരിക്കുന്ന രാത്രിയാ. വിശുദ്ധനെയും തന്നെ തന്നെ വിശുദ്ധീകരിക്കണം. നീതിമാൻ അധികം നീതി ചെയ്യട്ടെ. ഹൃദയത്തിനകത്തൊരു ചെറിയ അഹങ്കാരമുണ്ടെങ്കിൽ, ഒരല്പം നികളമുണ്ടെങ്കിൽ, നീ എന്തോ ആയെന്നോ, നിനക്കെന്തോ കഴിയുമെന്നോ, നീ എന്തോ ചെയ്യുമെന്നൊക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ ഇന്ന് രാത്രി താത്തുവെക്ക് കുഞ്ഞെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല കേട്ടോ. അത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് നിനക്ക് ദൈവസന്നിധി ഒന്നും ഉയരാനില്ല. പ്രശംസിക്കാനുണ്ടെങ്കിൽ, പുകഴാനുണ്ടെങ്കിൽ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. ഈ രാത്രി കരയാൻ കൃപയുള്ളവർ കരഞ്ഞു സമർപ്പിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ ഉൾപ്പെടെ ഈ രാത്രി അപ്പ ആ കരങ്ങൾ തരുകയാണ്. ഒന്നുകൂടെ കഴുകണമേ. ഓ, കീറിക്കളയല്ലേ അപ്പ, കീറിക്കളയല്ലേ. പിടിവിപ്പാൻ ആരുമില്ലല്ലോ. ഇന്ന് രാത്രി താഴുകയാണ്. കാഹള ധ്വനിക്ക് വേണ്ടി കാതുകൾ ശുദ്ധീകരിക്കപ്പെട്ടവരായി, ദൈവശബ്ദത്തിൽ രൂപാന്തരം പ്രാപിപ്പാൻ ഒരുക്കപ്പെട്ടവരായി, ഒരു നല്ല ഉയർപ്പിന് വേണ്ടി ഒരുക്കപ്പെട്ടവരായി തീരുവാൻ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. എതിരായി ജനത്തെ ദൈവത്തിൻ്റെ ഏകാഗ്രതയിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്ന എല്ലാ ദൂത വ്യാപാരങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ അഴിക്കുകയാണ്. ഇന്ന് രാത്രി ആത്മാവിന്റെ പുത്തൻ അധികാരം, ആത്മാവിന്റെ പുത്തൻ ബലം, ആത്മാവിന്റെ ശക്തി ഈ ജനത്തിന് വ്യാപരിക്കട്ടെ. ഈ ശുദ്ധീകരണം നടക്കുമ്പോൾ തന്നെ അപ്പ ഞങ്ങളൊരു ബലഹീനുണ്ടെങ്കിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗാത്മാവേ, ഈ ശരീരങ്ങളെ വിട്ടുപോകുവാൻ യേശുവിന്റെ നാമത്തെ കൽപ്പിക്കുകയാ. ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. വഴികൾ ഇപ്പോൾ തുറക്കട്ടെ. നിന്റെ മുമ്പാകെ കരമുയർത്തി സമർപ്പിക്കപ്പെട്ട ഈ ജനത്തിന് വേണ്ടി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിന്റെ കലവറകൾ ഈ രാത്രി തുറക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ചേർന്ന് രണ്ട് കരമടിച്ച് യെസ് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. യെസ് യെസ് ആത്മാവിൽ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിനില്ല. പ്രിയൻ വരുവതിൽ താമസമേറില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിനില്ല. വരുവതിൽ താമസമേറില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നില്ല. ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നില്ല. ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറില്ല. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ക്രൂരമുഖം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ക്രൂരമുഖം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ ഒരുങ്ങീടാം. രാജ്യം രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം.
പ്രിയൻ വരുവതിൻ താമസം വേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂരിൻ താഴ്വരയില്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂരിൻ താഴ്വരയില്ലയോ. ഒരു സ്വസ്ഥതയും ഇല്ല മനുഷ്യത്തിലെ ഒരു ഗീതം. ഒരു സ്വസ്ഥതയും ഇല്ല മനുഷ്യത്തിലെ ഒരു ഗീതം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസം വേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസം വേറെയില്ല. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർത്തിവരായിരുന്നു ഒരു കീടം. ജനം പേടിച്ചു നിർത്തിവരായിരുന്നു ഒരു കീടം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസം വേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസം വേറെയില്ല. നികാരുടനായി വന്നിടുമേ 10,000 പേർകളിൽ നികാരുടനായി വന്നിടുമേ 10,000 പേർകളിൽ തന്റെ കോളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരു ഗീത. തന്റെ കോളരൂപം കണ്ടാനന്ദിപ്പാൻ ഒരു ഗീത. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. മാലിന്യപ്പെട്ടിടതോടിടുക മണവാളൻ പലവൃത്തമടുത്തു പോയി. മാലിന്യപ്പെട്ടിടതോടിടുക മണവാളൻ പലവൃത്തമടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരു ഗീതം. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരു ഗീതം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസം വേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസം വേറെയില്ല. കേൾപ്പിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിന്റെ വരവിനായി നമുക്ക് ഏവർക്കും ഒരുങ്ങാം. കറയും ചുളുക്കവും വാട്ടവും മാലിന്യവുമില്ലാതെ ഒരുങ്ങുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കേണ്ട വചനത്തെ സമർപ്പിച്ചുകൊണ്ടും വചനവൃക്ഷ ദൈവദാസനെ ഓർത്തുകൊണ്ട് നാളത്തെ യോഗത്തെ വഹിച്ചുകൊണ്ടും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ചൽ സെൻട്രൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന കുഞ്ഞുമോൻ സി വർഗീസറുകൾ ശബ്ദമുയർത്തി പരസ്യമായി പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. സ്നേഹവാന്യത്തിനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സമയത്തിനായി കർത്താവേ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നാഥ കർത്താവേ, കൺവെൻഷൻ്റെ 4ാമത്തെ രാത്രിയിലും അവിടുന്ന് സമൃദ്ധിയായി ഞങ്ങളെ അനുഗ്രഹിച്ച അവിടുത്തെ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന കർത്താവേ, ഞാൻ ജീവൻ സമൃദ്ധിയായി ജീവനും തരുവാൻ അത്ര വന്നു എന്നരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവേ, ആത്മീയ സമൃദ്ധി ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്ന കർത്താവേ. അങ്ങയുടെ വിലപ്പെട്ട ദാസനെ ഇന്ന് രാത്രി അവിടുന്ന് കരങ്ങളിൽ എടുത്തല്ലോ, ആമേ, അഭിഷേകം ചെയ്തല്ലോ. ആവശ്യമായ ആലോചന അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങൾക്ക് അവിടുന്ന് കർത്താവേ നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്ന നാഥ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്ന കർത്താവേ, കാലയളവിനാവശ്യമായ ആമേ പാപബോധത്തെ കുറിച്ച്, വിശുദ്ധിയെ കുറിച്ച്, വേർപാടിനെ കുറിച്ച്, താഴ്മയെ കുറിച്ച്, വിനയത്തെ കുറിച്ചൊക്കെയും നിന്റെ ദാസനിലൂടെ
ആമേ പ്രൈസ് ലോർഡ്. നല്ല ആലോചനകൾക്ക് നൽകിയല്ലോ ആമേ. ഞങ്ങളെ തന്നെ ഒന്നുകൂടെ കാണുവാൻ പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ ആത്മീയ അനുഭവങ്ങളെ ഒന്നുകൂടെ പുതുക്കുവാൻ, ഞങ്ങളുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുവാൻ പിന്നെയും ഇടിയാക്കിയതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. ഞങ്ങളുടെ വിലപ്പെട്ട ദാസന് പിന്നെയും പ്രയോജനപ്പെടുത്തണമേ. ശക്തമായ ആലോചന ജനത്തിന് മധ്യ പിന്നെയും നൽകുവാൻ ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് നൽകി സഹായിക്കണമേ കർത്താവേ. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺസൺ ഡാനിയലിന്റെ കുടുംബത്തിനെയും പിന്നെ അധികമായി അവിടുന്ന് സഹായിക്കണമേ കർത്താവേ. ഇതിന്റെ ദാസന്മാർ, ഇതിന്റെ ജനത്തെ എല്ലാവരെയും അമേൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തോടെ രാത്രി ഞങ്ങളെ അയക്കണമേ. മഹത്വം സ്വർഗം എട്ടിക്കണമേ. വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന യോഗങ്ങളെല്ലാം ഇതിന് അധികമായ നിലയിൽ പ്രയോജനപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ. ആമേ സഹായിച്ചാട്ട് കർത്താവേ. പ്രാർത്ഥന കേട്ടോട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാം തന്നെ ആമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശുപത്രിയുടെ കൂട്ടായ്മയും കാവലും കർത്താവ് ഞങ്ങളുടെ മടക്കി യാത്രയോടും വരുന്ന ദിവസങ്ങളിലെ മീറ്റിങ്ങിനോടും അവിടുത്തെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ വരേണം. ഇതുവരെയും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങളും നടന്നതായ ആരാധനയും ശക്തമായ ദൈവവചന പ്രഘോഷണവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹവും വിടുതലും സമാധാനവും നൽകി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ദയവായി കോൺടാക്ട് ചെയ്യുക. മിസ്റ്റർ സാംസി ഡാനിയൽ, ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി, ചെറുവക്കൽ PO, ആയൂർ, കൊല്ലം, കേരള. ഫോൺ നമ്പർ 9447766316. അമേരിക്കയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ, 14323 ഡാർട്ട്വുഡ് ഡ്രൈവ്, ഹ്യൂസ്റ്റൺ, ടെക്സസ് 77049. അഡ്രസ് ഒരിക്കൽ കൂടെ, പാസ്റ്റർ ജോൺസൺ ഡാനിയൽ, 14323 ഡാർട്ട്വുഡ് ഡ്രൈവ്, ഹ്യൂസ്റ്റൺ, ടെക്സസ് 77049. ഫോൺ നമ്പർ 2814589